പോലീസുകാരൻ അച്ഛനാവേണ്ടടുത്ത് അച്ഛനാകണം, ഉപദേശിക്കുന്ന സമയത്ത് ഉപദേശിക്കണം, ഓഫീസർ ആവേണ്ട സമയത്ത് ഞാൻ പറയട്ടെ, ഓഫീസർ ആവേണ്ട സമയത്ത് ഓഫീസർ ആവണം. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വീഴ്ചകൾ സംഭവിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങളൊരു കുറ്റകൃത്യത്തിൽ പെട്ടുപോയി, നിങ്ങൾ അതിനകത്തൊരു കൾപ്രിറ്റ് അല്ല, മറിച്ച് നിങ്ങൾ അതിനകത്ത് ഇരയായി പോയിരിക്കട്ടെ. നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ സ്വാഭാവികമായും ആ ഇരയാകാനായ ആ സാഹചര്യം ചൂണ്ടിക്കാണിക്കേണ്ടത് അയാളുടെ ഉത്തരവാദിത്തമാണ്. അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് സദാചാര പോലീസാണ് എന്ന് പറയുന്ന ആ നിലപാട് പലപ്പോഴും ചോദ്യം ചെയ്യും. സാറേ, കലൂര് പെൺകുട്ടിക്ക് പുലർച്ചെ പോയപ്പോ ഉണ്ടായ സംഭവമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പൊ ഇവർ സംസാരിച്ചതിലെ പ്രധാന കാര്യം. അതിനകത്ത് എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ ആ പെൺകുട്ടിയെ എത്തിച്ച ആ സ്ഥലത്ത് 4 പോലീസുകാർ എന്നതിൽ ഒരു പോലീസുകാരനാണ് ചോദിച്ചത്, വസ്ത്രധാരണം ഇതൊക്കെ ഇട്ടിറങ്ങിയാൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടാവില്ലേ, ഈ സമയത്താണോ പുറത്തിറങ്ങി നടക്കേണ്ടത്? രക്ഷാകർത്താവ് എന്നുള്ള നിലയ്ക്ക് അയാൾ മാത്രമേ അതിനകത്ത് ആക്ട് ചെയ്യുന്നുള്ളൂ, 3 പേർക്ക് അതിനോട് അഭിപ്രായമില്ല. ഒരു ഇരയോടൊപ്പമാണ് പോലീസുകാരൻ നിൽക്കേണ്ടത്. തീർച്ചയായിട്ടും അടികൊണ്ട് കിടക്കുന്ന പെൺകുട്ടിയോട് അനുതാപം പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല പോലീസ് എന്ന് പറയുന്നത് ശരിയല്ല. രക്ഷകർത്താക്കൾ എല്ലായിടത്തും ഉണ്ട്. രക്ഷകർത്താക്കളുടെ ആ റോളല്ല പോലീസിനുള്ളത്. പോലീസിന്റേതായ റോളാണ്. എന്താണോ അക്രമം കാണിച്ചത് അക്രമത്തിനെതിരായിട്ടാണ് പോലീസ് നിൽക്കേണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.